വ്യൂവേഴ്സ്, വെൽക്കം ടു റേസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും റേസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ മക്കളെ, നമുക്കറിയാം ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും നിരവധി ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും കഥാപാത്ര നിരൂപണം എന്ന് പറയുന്ന ചോദ്യം. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ നിങ്ങൾ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പപ്പോൾ എന്താണ് പുതിയ വീഡിയോസുകൾ, പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എന്തായാലും നമുക്ക് എന്താണ് 5 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? ആദ്യം നമ്മൾ തലക്കെട്ട് തലക്കെട്ട് എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിന്റെ പേര് എന്ത് ചെയ്യണം, തലക്കെട്ടായിട്ട് കൊടുക്കണം. നമുക്ക് ഒന്നെങ്കിലും നളനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് തേനിലെ എന്താ പറയുന്നത് കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും കഥാപാത്രങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഏത് കഥാപാത്രത്തിന്റെയും കഥാപാത്ര നിരൂപണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ആ പേര് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പാഠം ഏതാണ്, എഴുതിയത് ആരാണ്, എഴുത്തുകാരൻ ആരാണ്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ആശയം എന്താണ്, അല്ലെ പ്രമേയം എന്താണെന്നുള്ളത് നമ്മളൊന്ന് ചുരുക്കിയിട്ട് പറയണം. എന്നിട്ട് നമ്മൾ പറയാ ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എൻ്റെ മക്കൾ എഴുതേണ്ടത്. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ രൂപം, അതുപോലെ തന്നെ എന്താണ് സ്വഭാവം, അല്ലെങ്കിൽ സ്വഭാവത്തിന് മുന്നേ മറ്റ് വ്യക്തികളുമായിട്ടുള്ള ബന്ധം, അല്ലെ മറ്റ് വ്യക്തികളുമായുള്ള ബന്ധം, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ വ്യക്തിയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഏത് കഥാപാത്രം ആണെങ്കിലും ആ സ്വഭാവം വ്യക്തമാക്കുന്ന സംഭാഷണം, അതുപോലെ തന്നെ സന്ദർഭം തുടങ്ങിയവ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ പറയണം. ഓക്കെ, അപ്പൊ ആ രീതിക്ക് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വഭാവം വ്യക്തമാക്കുന്ന ഏറ്റവും അവസാനം ഈ ഒരു കഥാപാത്രം എല്ലാവർക്കും ഒരു മാതൃകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ആളുകളുമായിട്ടോ ഒക്കെ നമുക്ക് ഉപമിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയും കൂടെ പറഞ്ഞിട്ട് വേണം നമ്മൾ അവസാനിപ്പിക്കാൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് നളന്റെ ഒരു കഥാപാത്ര നിരൂപണം നോക്കാം. അപ്പൊ നിങ്ങൾ നളന് തലക്കെട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നളചരിതം ആട്ടക്കഥ 1-ാം ദിവസത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള പാഠഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മികച്ച കഥാപാത്രമാണ് നളൻ. നളൻ നിശിത രാജ്യത്തെ മഹാരാജാവാണ്. അദ്ദേഹം നീതിനിഷ്ഠനും വിദഗ്ധനുമായിട്ടുള്ള ഭരണാധികാരിയാണ്. നീതി മനുഷ്യപ്രജകൾക്ക് മാത്രമല്ല, രാജ്യത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായി ലഭിക്കണമെന്ന് നിർബന്ധമുള്ള രാജാവാണ് നളൻ. ദമയന്തി എന്ന സുന്ദരിയായ രാജകുമാരിയോട് പ്രണയം തോന്നിയതിന്റെ ഫലമായി തൽക്കാലം മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നളന് കഴിയുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഉലാത്തുന്നത്. ഇതിനിടയിലാണ് യാദൃശ്ചികമായി താമരപ്പൊയ്കയിൽ സ്വർണ്ണവർണ്ണ നിറമുള്ള അരയന്നത്തെ അദ്ദേഹം കാണുന്നത്. കൗതുകം കൊണ്ട് അതിനെ പിടിക്കുകയും പക്ഷേ ഹംസത്തിന്റെ ദയനീയമായിട്ടുള്ള പരിദേവനം, അതായത് കരച്ചിൽ കേട്ടതോടെ രാജാവിന്റെ മനസ്സ് അലിയുന്നു. തന്നെ തെറ്റിദ്ധരിക്കുന്ന ഹംസത്തോട് ഒരു തരത്തിലും ദ്രോഹം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് രാജാവ് എന്ത് ചെയ്യുന്നു, തുറന്നു പറയുന്നു. രാജാധികാരം ഒന്നും പ്രയോഗിക്കാതെ നിസാരനായ ഹംസത്തെയും തൻ്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി, അല്ലെ ആ ഹംസത്തെ പോലും എന്താണ് തൻ്റെ രാജ്യത്തിന്റെ ഒരു പ്രജയായി കരുതിക്കൊണ്ട് സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറാകുന്നത്. നളന്റെ ഈ സഹജീവി സ്നേഹവും കാരുണ്യവും ദയാവായ്പും മറ്റ് രാജാക്കന്മാരിൽ അപൂർവമായിരിക്കും. മറ്റ് രാജാക്കന്മാരിലൊന്നും നമുക്ക് അധികം കാണാൻ സാധിക്കില്ല. ഹംസത്തിന്റെ കഥ കേട്ടയുടൻ മറ്റൊന്നും ആലോചിക്കാതെ ക്ഷമാപണത്തോടെ ഹംസത്തെ നിരുപാധികം വിട്ടയക്കാൻ തയ്യാറാവുന്ന നളൻ മഹാമനസ്കത ഇവിടെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാർക്കൊക്കെ മാതൃകയാണ് നളന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കണ്ടോ, ഈ രീതിയിലായിരിക്കണം നമ്മൾ പാഠഭാഗം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറഞ്ഞു. ഈ രീതിയിലായിരിക്കണം നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.